നമസ്കാരം, ഫിലിം കമ്പാനിയൻ സൗത്തിലേക്ക് സ്വാഗതം. 3 വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന 3 വ്യത്യസ്ത സ്ത്രീകളുടെ കഥ പറയുന്ന മലയാളത്തിലെ ആന്തോളജി മൂവിയാണ് ആണും പെണ്ണും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ആമസോൺ പ്രൈം വീഡിയോ, കൂടെ OTT പ്ലാറ്റ്ഫോം, അതുപോലെ നീസ്ട്രീം എന്നീ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. സ്ത്രീകൾ, അവരുടെ പ്രണയം, അവരുടെ കാമം, ഡിസയറുകൾ, ജെനുവിനിറ്റി, ലോയലിറ്റി, വിശ്വാസ്യത എന്നിങ്ങനെ പല തീമുകളിലൂടെ പോകുന്ന സിനിമയാണ് മൂന്നും. എന്നാൽ എൻ്റെ സിനിമയിൽ ഇതൊക്കെ ഉണ്ട് എന്ന് വിളിച്ചു പറയാൻ 3 സംവിധായകരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് 3 സിനിമകളിലും കണ്ട ഒരു കോമൺ ക്വാളിറ്റി. പകരം കഥ പോകുന്ന വഴിയിൽ നിന്ന് നമുക്കിതെല്ലാം സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ സിനിമ JKയുടെ സാവിത്രിയാണ്. സഖാവ് സാവിത്രിയായ സ്ക്രീനിലെത്തുന്നത് സംയുക്ത മേനോനാണ്. ജോജു ജോർജും ഇന്ദ്രജിത്തും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം കമ്മ്യൂണിസത്തിന്റെ ഉയർച്ചയുടെ കാലഘട്ടത്തിലാണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിന് സിനിമയിൽ എന്തെങ്കിലും കൂടുതലായി ചെയ്യാനുണ്ടെന്ന് തോന്നിയില്ല. ഒരുപക്ഷെ സ്ത്രീകളുടെ ഫൈറ്റ് അല്ലെങ്കിൽ പൊരുതി നിൽക്കാനുള്ള കഴിവ് എത്രത്തോളമാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെയൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയ്ക്ക് കൊടുത്തത്. സഖാവ് സാവിത്രിയായ സ്ക്രീനിലെത്തുന്ന സംയുക്ത മേനോൻ കൊച്ചുബാറു എന്ന പേരിൽ ജോജു ജോർജിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ്. സിനിമയുടെ ക്യാമറ, എഡിറ്റിംഗ്, BGM, കളർ ഗ്രേഡിംഗ് എല്ലാം തന്നെ അതിഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ പ്രോപ്പർട്ടീസ് കാണിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കളർ ഗ്രേഡിംഗ് എടുത്തു പറയേണ്ടതാണ്. പുരാണങ്ങൾ എഴുതപ്പെട്ട കാലം മുതൽ സാവിത്രി ഇടപെടുന്ന സിനിമയുടെ ആ കാലഘട്ടത്തിൽ വരെ പുരുഷന്മാരെങ്ങനെ സ്ത്രീകളെ സമീപിക്കുന്നുവെന്ന് സിനിമ പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ പാഞ്ചാലി എന്ന കഥാപാത്രത്തോട് കീചകൻ എന്ന കഥാപാത്രം കാമത്തിന് വേണ്ടിയാണ് സമീപിക്കുന്നത്. പാഞ്ചാലിക്ക് ഇഷ്ടമല്ല, താല്പര്യമില്ല എന്നറിഞ്ഞിട്ടുകൂടി. ഇതേ രീതിയാണ് ജോജു ജോർജിന്റെ കഥാപാത്രവും പിന്തുടരുന്നത്. രണ്ടുപേർക്കും ഒരേ മനസ്സാണ്. സിനിമയുടെ ക്ലൈമാക്സ് അവതരിപ്പിച്ചിട്ടുള്ളത് കീചകവധം കഥകളിയുടെ പശ്ചാത്തലത്തിലാണ്. അതൊരു നല്ല ചോയ്സ് ആയിരുന്നു. കഥകളിയിലെ സ്റ്റോറിയുടെ പ്രോഗ്രഷനും അതുപോലെ കഥകളിയുടെ ചടങ്ങുകളുമായും സാവിത്രിയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ ലിങ്ക് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറായി കേൾക്കുന്ന ചെണ്ടയുടെ ശബ്ദവും ക്ലൈമാക്സ് സമയത്ത് കേൾക്കുന്ന ചെണ്ടയുടെ ശബ്ദവും നല്ലതായിരുന്നു. സാവിത്രി എന്ന സ്ത്രീയുടെ സ്നേഹിക്കപ്പെടാനുള്ള ആവശ്യത്തെ ഒരു പുരുഷന്മാരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നി. സഖാവ് സാവിത്രി, സഖാവ് മാധവന് ഒരു ഫൈറ്റിംഗ് ഏജന്റാണ്. ജോജു ജോർജിന് അയാളുടെ ഡിസയർ തീർക്കാനുള്ള പലരിൽ ഒരാൾ മാത്രമാണ്. സാവിത്രി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് സാവിത്രിയോട് പ്രണയമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ജസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും സാവിത്രിയുടെ ഒറിജിനൽ ഐഡന്റിറ്റി റിവീൽ ആകുമ്പോൾ അയാൾ ഒരു റിസ്കിനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രണയം, റിലേഷൻഷിപ്പ് അർഹിക്കുന്ന ഒരു ഫൈറ്റിനും ആ പുരുഷനും തയ്യാറാകുന്നില്ല. അയാളുടെ മുഖത്തേക്ക് തോക്കു ചൂണ്ടിയാണ് സാവിത്രി ഇറങ്ങിപ്പോകുന്നത്. വളരെ നല്ലൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടും സാങ്കേതികപരമായി മികച്ചു നിന്നിട്ടും സാവിത്രി എന്ന കഥാപാത്രത്തിനോട് നമുക്ക് ഇമോഷണലായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതുപോലെ തോന്നി. അത് പ്രകടനത്തെക്കാളും സംവിധാനത്തെക്കാളും എഴുത്തിന്റെ പ്രശ്നമായാണ് അനുഭവപ്പെട്ടത്. രണ്ടാമത്തെ സിനിമ വേണുവിന്റെ രാച്ചിയമ്മയാണ്. മലയാളി പ്രേക്ഷകർക്ക് സ്കൂൾ കാലഘട്ടം മുതലേ പരിചയമുള്ള ഒരാളാണ് PC കുട്ടിക്കൃഷ്ണൻ എന്ന ഉറൂബിന്റെ രാച്ചിയമ്മ എന്ന ചെറുകഥ. ഏത് കാലത്തും രാച്ചിയമ്മയെ സ്ക്രീനിൽ എത്തിക്കുന്നത് ഒരു റിസ്ക് തന്നെയാണ്. ജോലി ആവശ്യത്തിനായി ഒരു സ്ഥലത്തെത്തുന്ന കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രം അവിടുത്തെ പാൽ വിൽപ്പനക്കാരിയായ രാച്ചിയമ്മയെ ഉണ്ടാക്കിയെടുക്കുന്ന ആത്മബന്ധത്തിന്റെ കഥയാണ് രാച്ചിയമ്മ. കരിങ്കൽ പ്രതിമ പോലെ കാണാനുള്ള, ചങ്കൂറ്റമുള്ള എന്ന് ഉറൂബ് പറയുന്ന രാച്ചിയമ്മയെ സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് പാർവതി തിരുവോത്താണ്. ആസിഫ് അലിയാണ് കുട്ടിക്കൃഷ്ണന്റെ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പാർവതിയുടെ ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും ഒക്കെ കുറച്ച് നാടകീയത കൂടുതൽ വന്നതുപോലെ തോന്നി. മാത്രമല്ല ആ ക്യാരക്ടർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ലൗഡായ പെർഫോമൻസ് ആയാണ് തോന്നിയത്. കൈയടക്കത്തോടുകൂടിയുള്ള ഒരു പ്രകടനമായി അത് ഫീൽ ചെയ്തില്ല. ആസിഫ് അലിയുടെ പ്രകടനം ഭേദപ്പെട്ടതായിരുന്നുവെങ്കിലും ആസിഫ് അലിയിലെ നല്ല നടനെ ഈ സിനിമയിൽ കാണാൻ പറ്റാത്തത് നിരാശയുണ്ടാക്കി. എന്നാൽ സിനിമ ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. സാങ്കേതികപരമായി മികച്ച സിനിമ തന്നെയാണ്. എല്ലാ ഫ്രെയിമുകളും മനോഹരമായിരുന്നു. അത് എടുത്തു പറയേണ്ടതും അഭിനന്ദിക്കപ്പെടേണ്ടതും തന്നെയാണ്. പുരുഷന്റെ ഭയത്തിന് മുകളിൽ നിൽക്കുന്ന സ്ത്രീയുടെ ധൈര്യത്തിന്റെ കഥയാണ് രാച്ചിയമ്മ. രാച്ചിയമ്മ മരണസമയത്ത് അമ്മയ്ക്ക് കൊടുക്കുന്ന വാക്ക് പാട്രിയാർക്കിയുടെ പുരുഷാധിപത്യത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ടുള്ള വാക്കാണ്. എന്നാൽ പോലും രാച്ചിയമ്മ അത് ബ്രേക്ക് ചെയ്യാൻ റെഡിയായിരുന്നു. അത് കുട്ടിക്കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന് മനസ്സിലാകുന്നില്ല. അയാൾ ഒരു തരത്തിലുള്ള റിസ്ക്കും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പാൽക്കാരി രാച്ചിയമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്ന് രാച്ചിയമ്മ തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും രാച്ചിയമ്മയെ അറിയാം. അത് തന്നെയാണ് ഈ സ്ക്രീനിലേക്ക് സിനിമ വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടും സാധ്യതയും. ആ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ പൂർണ്ണമായും സിനിമയ്ക്ക് കഴിയാത്തതുപോലെ തോന്നി. അവസാനത്തെ സിനിമ ആഷിഖ് റാണിയാണ്. ഈ 3 സിനിമകളിൽ
കൂടുതൽ നന്നായി ഫീൽ ചെയ്തത് ആഷിഖ് കപൂറിൻ്റെ റാണി തന്നെയാണ്. ഉണ്ണിയാറിൻ്റെ പെണ്ണും ചെറുക്കനും എന്ന ചെറുകഥയുടെ അഡാപ്റ്റേഷനാണ് ഈ സിനിമ. റോഷൻ മാത്യൂസും ബേസിൽ ജോസഫുമാണ് സ്ക്രീനിൽ നമ്മൾ ആദ്യം കാണുന്ന രണ്ടുപേർ. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ പ്രേക്ഷകനെ പൂർണ്ണമായും സിനിമയിലേക്ക് വലിച്ചിടുന്നതായിരുന്നു. ഡയലോഗ് ഡെലിവറി ബഹുരസമായിരുന്നു കേട്ടിരിക്കാൻ. റോഷൻ മാത്യൂസിൻ്റെയും ദർശന രാജേന്ദ്രൻ്റെ പ്രകടനം കയ്യടി അർഹിക്കുന്നു. പ്രധാനമായും അവരുടെ ഡയലോഗ് ഡെലിവറിയാണ് എടുത്തു പറയേണ്ടത്. അവർ പറയുന്നതൊന്നും തമാശയല്ലെങ്കിൽ പോലും ആ ഡയലോഗ് ഡെലിവറിയുടെ ഭംഗി കാരണം നമ്മുടെ ചുണ്ടിൽ ഒരു ചിരിയില്ലാതെ അവരുടെ സംഭാഷണം കേട്ടിരിക്കാൻ പറ്റില്ല. കാമുകിയുമായി ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അവളോടുകൂടി അനുവാദം ചോദിക്കുകയും പിന്നീട് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം. ഇവിടെയും രണ്ട് കഥാപാത്രങ്ങളുടെയും ആവശ്യങ്ങൾ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, കെട്ടിപ്പിടിക്കാനുള്ള ധൈര്യം തന്നെ ആദ്യം എക്സിബിറ്റ് ചെയ്യുന്നത് ദർശനയുടെ റാണിയാണ്. മാത്രമല്ല തൻ്റെ കാമുകൻ്റെ ഉള്ളിലുള്ള ഈഗോയെ മുഴുവൻ ഒരൊറ്റ ചോദ്യത്തിലൂടെ റാണിയെടുത്ത് പുറത്തിടുന്നുണ്ട്. നിനക്ക് എന്നെയാണോ എൻ്റെ ശരീരത്തിനെയാണോ ഇഷ്ടമെന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കാമുകൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ അവനത് മനസ്സിലാക്കാനുള്ള പക്വതയില്ല. ഫിലോസഫിക്കലായി വിശ്വാസം എന്ന വാക്കിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് റാണിയുടെ ചുണ്ടിൽ വരുന്നത് പോലെ ഒരു ചിരി പ്രേക്ഷകന്റെ ചുണ്ടിലും വരുന്നിടത്താണ് ആഷിഖ് കപൂറിൻ്റെ റാണിയുടെ വിജയം. കവിയൂർ പൊന്നമ്മയും നെടുമുടി വേണുവും കുറച്ച് സമയം മാത്രമേ സ്ക്രീനിൽ എത്തുന്നു എന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു. ലൈംഗികതയെക്കുറിച്ചും പീരീഡ്സിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് ആണും പെണ്ണും. നെടുമുടി വേണുവിൻ്റെ അവസാനത്തെ ഒരു പ്രവൃത്തി നമ്മുടെ സമൂഹത്തിൻ്റെ മുഴുവൻ കപട സദാചാരത്തെയും എടുത്ത് പുറത്തിടുന്നതാണ്. അത് നമുക്ക് ഡയറക്റ്റായി ഫീൽ ചെയ്യില്ലെങ്കിലും ഇൻഡയറക്റ്റായി എഫക്റ്റീവായി അത് ഫീൽ ചെയ്യിക്കാൻ ആഷിഖ് കപൂറിന് സാധിച്ചിട്ടുണ്ട്. ഉണ്ണിയാറിൻ്റെ പെണ്ണും ചെറുക്കനും എന്ന ചെറുകഥയോട് 150% നീതി പുലർത്തിക്കൊണ്ട് തന്നെ അത് സ്ക്രീനിലേക്ക് വളരെ നന്നായി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. ഡയറക്റ്റായി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാത്ത എന്നാൽ വളരെ പൊളിറ്റിക്കലായ സിനിമകളാണ് മൂന്നും. എക്സിക്യൂഷനിൽ ചിലയിടങ്ങളിൽ പാളിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും. കീചകവധം കഥകളിയിലെ കഥകളി പദത്തിൽ ഒരു വരിയുണ്ട്, നീ അരികെ വരിക മാലിനി എന്ന്. ആ ഒരു ലൈൻ എടുത്ത് 3 സിനിമകളെയും BGM കൊടുത്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നി. കാരണം നീ അരികെ വരിക മാലിനി എന്ന് എല്ലാവരെയും വിളിക്കുന്നത് പുരുഷന്മാരാണ്. വിളിച്ച് അവസാനം തോറ്റുപോകുന്നതും ഈ പുരുഷന്മാരാണ്. എല്ലാവരും ആണും പെണ്ണും എന്ന സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ടു ഫിലിം കമ്പാനിയൻ സൗത്ത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.